നടന്ന് എങ്ങോട്ടറിയോ പോന്നേ? വിദ്യേച്ചീൻ്റെ വീട്ടിലോട്ടാണേ. ചേച്ചീൻ്റെ വീട് താഴങ്ങാടി അഗ്രഹാരത്താട്ടോ. അങ്ങനെ ഇതാ ചേച്ചി എന്നെ കൂട്ടാൻ വേണ്ടി വന്നു. ഞങ്ങളിതാ നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. കാരണം ഒരു വർഷം ഞങ്ങൾ അവിടെയായിരുന്നു താമസിച്ചത്. അങ്ങനെ ഇതാ വീട്ടിലെത്തി ചേച്ചി ഡ്രസ്സൊക്കെ മാറ്റി വന്നു കേട്ടോ. അവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. അതെന്താ നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. ഇതാട്ടോ ചേച്ചീൻ്റെ വീട്. ചേച്ചീൻ്റെ വീട് നേരെ ഓപ്പോസിറ്റാണ് ഞങ്ങൾ താമസിച്ചത്. ഇതാണ് ഞങ്ങൾ താമസിച്ച വീട്. നമ്മുടെ നാട്ടില് ബസ് വരിക, അതിൻ്റെ ഉദ്ഘാടനം ആരെ വെറുതെ അറിയാം, മന്ത്രി പോലീസൊക്കെ വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഇതാ ഇവിടെ പോലീസൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് മന്ത്രിനെ മാത്രം കാണാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ അത് മാത്രമല്ല, അത്യാവശ്യത്തിന് നല്ല ആൾക്കാരും ഉണ്ടായിരുന്നു. ഞങ്ങൾ നേരെ പോയി പായസമൊക്കെ കുടിച്ച് നോക്കുമ്പോണ്ട് ആൾക്കാരെല്ലാവരും ബസ്സിൽ കയറി ടാറ്റയൊക്കെ പറഞ്ഞു വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം ഇരുന്ന് കഥകളൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇതാ വിദ്യേശിൻ്റെ കുറച്ച് റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പോയി. പിന്നെ രാത്രി ആയപ്പം ഞാനും പോകാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. അങ്ങനെ ഇതാ ഇവർക്കൊക്കെ ടാറ്റ കൊടുത്ത് അപ്പച്ചി എന്നെ കൂട്ടാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം എൻ്റെ വീഡിയോ ഒന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.